BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ഇന്റർനാഷണൽ സീരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് 2024 ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ ക്ലബ്ബ്. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷനുമായി സഹകരിച്ച BWF ആൻഡ് ബാഡ്മിന്റൺ ഏഷ്യയുടെ അംഗീകാരത്തോടെയുള്ള ടൂർണമെന്റ് നവംബർ 12 മുതൽ 17 വരെയാണ് സംഘടിപ്പിക്കുക. 15ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 140-ലധികം അന്താരാഷ്ട്ര റാങ്കിങ്ങിലുള്ള കളിക്കാർ പങ്കെടുക്കുന്ന ഈ ടൂർണമെന്റ് ബഹ്റൈനിൽ നടക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര സീരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് ആയിരിക്കുമെന്ന് ഇന്ത്യൻ ക്ലബ്ബ് അറിയിച്ചു. ബഹ്റൈൻ താരങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബൾഗേറിയ, ഇറാൻ, സൗദി അറേബ്യ, മലേഷ്യ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, പോളണ്ട്, സിംഗപ്പൂർ, സ്ലോവാക്യ, ശ്രീലങ്ക, UAE, ഉഗാണ്ട തുടങ്ങിയ നിരവധി രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളിക്കാർ പങ്കെടുക്കുന്നത്. പുരുഷ സിംഗിൾസ്, വിമൻസ് സിംഗിൾസ്, മെൻസ് ഡബിൾസ്, വിമൻസ് ഡബിൾസ് ആൻഡ് മിക്സഡ് ഡബിൾസ് എന്നിങ്ങനെ വിഭാഗങ്ങളിലാണ് ടൂർണമെന്റിൽ ഉണ്ടാകും. ടൂർണമെന്റിന്റെ ആകെ സമ്മാനത്തുക $5000 ഉച്ചയ്ക്ക് 1 മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കുകയും രാത്രി 9 മണിക്ക് അവസാനിക്കുകയും ചെയ്യും. നവംബർ 17 ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലെ. സ്കോർ അപ്ഡേറ്റുകൾ, വരാനിരിക്കുന്ന മത്സരങ്ങളുടെ വിശദാംശങ്ങളും ടൂർണമെന്റിന്റെ എല്ലാ വാർത്തകളും ടൂർണമെന്റ് സോഫ്റ്റ്വെയറിലും ഇന്ത്യൻ ക്ലബിന്റെ ഫേസ്ബുക്ക് പേജിലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബഹ്റൈൻ ഇന്റർനാഷണൽ സീരീസ് ബാഡ്മിന്റൺ ടൂർണമെന്റ് 2024 സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ക്ലബ് ജനറൽ സെക്രട്ടറി അനിൽകുമാർ R 39623936 എന്ന നമ്പറിലോ ബാഡ്മിന്റൺ സെക്രട്ടറി അരുണാചലം T 35007544 എന്ന നമ്പറിലോ ടൂർണമെന്റ് ഡയറക്ടർ അനിൽകുമാർ കോളിയാടൻ 34973 എന്നിവരുമായി ബന്ധപ്പെടാം. ബഹ്റൈൻ ഇന്ത്യ കൾച്ചറൽ ആൻഡ് ആർട്ട് സർവീസ് സെന്ററിന്റെയും കോൺവെക്സ് മീഡിയയുടെയും ആഭിമുഖ്യത്തിൽ ദീപാവലി ഉത്സവ് 2024 ആഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. നവംബർ 8 വെള്ളിയാഴ്ച ബഹ്റൈൻ കേരളീയ സമാജം ഹാളിൽ നടന്ന പരിപാടി ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ വികാസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അരുൺ പ്രഹ്റാർ കൂടാതെ പ്രകാശ് ദേവ്ജി, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, വ്യവസായിയും ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ പമ്പ വാസൻ നായരെയും എന്നിവർ പങ്കെടുത്തു. ഭാരതത്തിലെ വലിയ സംസ്ഥാനങ്ങളിലെ പ്രവാസികളെ കോർത്തിണക്കി വിപുലമായ രീതിയിൽ ദീപാവലി ആഘോഷം സംഘടിപ്പിച്ച സംഘാടകരെ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് അഭിനന്ദിച്ചു. ഭാരതവും ബഹ്റൈനും തമ്മിലുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രബന്ധം അവിസ്മരണീയമാണെന്നും ദീപാവലി ആഘോഷിക്കുന്ന ഭാരതീയരുടെ ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബിന് വികാസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അരുൺ പ്രഹ്റാർ മെമൻഡോ നൽകി ആദരിച്ചു. കൂടാതെ ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹിക്ക് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് മെമൻഡോ നൽകി ആദരിച്ചു. ഇന്ത്യയിലും ബഹ്റൈനിലുമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന പമ്പ വാസൻ നായരെയും ചടങ്ങിൽ ആദരിച്ചു. രാവിലെ 9 നടന്ന രംഗോലി മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നിരവധി ടീമുകൾ പങ്കെടുത്തു. വിജയികൾക്കുള്ള ട്രോഫികൾ വൈകുന്നേരം നടന്ന പൊതുചടങ്ങിൽ കൈമാറി. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച സാംസ്കാരിക കലാപ്രകടനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രവാസി കലാകാരന്മാരുടെ പ്രകടനമൊരുക്കിയിരുന്നു. തുടർന്ന് വൈകുന്നേരം 7:30 പിന്നണി ഗായകൻ നിഖിൽ മാത്യു നയിച്ച മ്യൂസിക് ബാൻഡിൽ സോണി TV റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റ് ഋതുരാജ്, കൂടാതെ മഴവിൽ മനോരമ റിയാലിറ്റി ഷോ താരങ്ങളായ യദു കൃഷ്ണ, ശ്രീലക്ഷ്മി, വയലിനിസ്റ്റ് വിഷ്ണു നായർ തുടങ്ങിയവർ പങ്കെടുത്തു. TMCA ബഹ്റൈൻ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ മനാമ KMCC ഹാളിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ 100ഓളം അംഗങ്ങൾ പങ്കെടുത്തു. പ്രസിഡന്റ് ഷംസു VPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം FM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി നവാസ് സ്വാഗതവും ഫിറോസ് മാഹി നന്ദിയും പറഞ്ഞു. സ്പോർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി ജാവേദ് ചോദ്യോത്തര വേദി നിയന്ത്രിച്ചു. രക്ഷാധികാരി സാദിഖ് കുഞ്ഞിനെല്ലി പുതിയ പ്രവർത്തനങ്ങളിലൂടെ സംഘടന കൂടുതൽ മികവുറ്റതാക്കാനുള്ള രൂപരേഖ അവതരിപ്പിച്ചു. ട്രഷറർ അഫ്സൽ ഭാവി പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിച്ചു. പ്രവർത്തകരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും അടങ്ങിയ ടീം പരിപാടി നിയന്ത്രിച്ചു. 14ാം എഡിഷൻ ബഹ്റൈൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവിന്റെ ആദ്യ ഘട്ട കലാസാഹിത്യ മത്സരങ്ങൾ ആരംഭിച്ചു. മനാമ KMCC ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലും മത്സരങ്ങളിലുമായി നിരവധി പേർ പങ്കെടുത്തു. കവിതാരചന, പ്രബന്ധം, ജലച്ചായം, പെൻസിൽ ഡ്രോയിങ്, സ്പോർട്സ് മാഗസിൻ തുടങ്ങി 30ഓളം ഇനങ്ങളിലുള്ള സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് പൂർത്തിയായത്. നവംബർ 13 വെള്ളിയാഴ്ച ഗലാലയിൽ വെച്ച് നടക്കുന്ന 2ാം ഘട്ട മത്സരങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ, ഗാനങ്ങൾ, കഥ പറയൽ, ദഫ് ഗവാലി, നഷിദ തുടങ്ങിയ വിവിധ സ്റ്റേജ് മത്സരങ്ങളിൽ റിഫ, മനാമ, മുഹറക് എന്നീ സോണുകളിൽ നിന്നുള്ള 300-ൽ പരം പ്രതിഭകൾ പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖ സാംസ്കാരിക പ്രസ്ഥാനിക നേതാക്കൾ സംബന്ധിക്കും. RSA ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അബ്ദുള്ള രണ്ടത്താണിയുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സംഗമത്തിൽ അബ്ദുറഹീം സഖാഫി അത്തിപ്പറ്റ, അബ്ദുറഹീം സഖാഫി വരവൂർ, മുഹമ്മദ് VPK, അഡ്വക്കേറ്റ് ഷബീർ, സലാം പെരുവേൽ എന്നിവർ സംബന്ധിച്ചു.
ബഹ്റൈനിലെ പ്രമുഖ ബിസിനസ്സുകാരനും അൽ ഓസ്ര റെസ്റ്റോറന്റ് ഗ്രൂപ്പ് ഡയറക്ടറുമായ ഒരാട്ട് ഇബ്രാഹിം ഹാജി നിര്യാതന 73 വയസ്സായിരുന്നു. കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശിയാണ്. മക്കൾ റഷീദ്, മിഹ്റാസ്, ദിൽഷാന, ഷബന, മരുമകൻ മുനീസ്, ഫൈസൽ, ബഹ്റൈൻ മൊബീൽ, അബ്ദുറഹ്മാൻ, നതാഷ. ഓർക്കാട്ടേരി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി പ്രസിഡന്റും പൗരപ്രമുഖനുമാണ്. ഖബറടക്കം മഗ്രിബ് നമസ്കാരാനന്തരം ഓർക്കാട്ടേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അടുത്ത വർഷം മെയ് 13 വരെയാണ് ജസ്റ്റിസ് സജീവ് ഖന്നയുടെ കാലാവധി. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിലാണ് രാജ്യത്തെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുപ്രീം കോടതിയിലെ ഓഫീസിലെത്തി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ചുമതല ഏറ്റെടുത്തു. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ വിശദമായ ചർച്ച നടത്തുമെന്നും ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി സമരസമിതി അംഗങ്ങളോട് പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കില്ല എന്ന് മന്ത്രി P രാജീവും ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നവംബർ 22 ഉന്നതതല യോഗം ചേർന്ന് പ്രശ്നപരിഹാരത്തിനായി ചർച്ച നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം. അതുവരെ സമരം തൽക്കാലം തുടരാൻ തന്നെയാണ് സമരസമിതിയും തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ടൂറിസം സ്വപ്നങ്ങൾക്ക് കുതിപ്പേകുന്ന സീ പ്ലെയിനിന്റെ ആദ്യ പറക്കൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, V ശിവൻകുട്ടി, P രാജീവ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 മിനിറ്റ് നേരം മന്ത്രിമാരുമായി ആകാശത്ത് പറന്ന ശേഷം വിമാനം പിന്നീട് ഇടുക്കിയിൽ സുരക്ഷിതമായി എത്തി. മട്ടുപ്പെട്ടി ഡാമിൽ ലാൻഡ് ചെയ്ത വിമാനത്തിന് വലിയ സ്വീകരണമാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത്. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഈ സർവീസ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയിൽ സീപ്ലെയിൻ വലിയ പങ്ക് വഹിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. വിജയവാഡയിൽ നിന്നാണ് സീപ്ലെയിൻ കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ഞായറാഴ്ച ഉച്ചയോടെ സീപ്ലെയിൻ കൊച്ചിയിൽ എത്തിയിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.